അപ്പൊ ദേ നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോണ രണ്ടാമത്തെ പ്രാവശ്യം. സ്റ്റക്കായി പോയാ ഇവിടെ മീന് ക്ലീൻ ചെയ്യുന്നത് സ്റ്റീവാണ് കേട്ടോ. അപ്പനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ല വലയില് മീനെ കോരി പൊന്തിച്ചു പിടിച്ചിട്ട് അപ്പ മീനെ വലകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. എത്ര ഫിഷ് ഉണ്ട്? 5 ഫിഷ് എന്നല്ലേ? ഞങ്ങള് നമ്മുടെ ഫിഷ് ടാങ്കിന്റെ സ്ഥലം ഒന്ന് മാറ്റാൻ പോണ, അകത്തേക്ക് വെക്കാന്നാണ് ഇപ്പത്തെ പ്ലാനിങ്. സ്റ്റീവ് പക്ഷെ അവിടെ ഒരു ലൈറ്റ് ഒന്നും ശരിയാവില്ല. ഇപ്പൊ നമ്മളത് ഇവിടെ ഈ സോഫയുടെ ഈ സെറ്റ് മാറ്റിയിട്ട് വെക്കാന്നൊക്കെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തേക്കണേ. അതെങ്ങനെയാവും എന്നൊന്നും അറിയില്ല. സ്റ്റീവ്, നമുക്ക് ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ, നമുക്ക് സ്റ്റീവിന്റെ സ്ലൈഡ് മാറ്റിയിട്ട് സ്ലൈഡിന്റെ അടുത്ത് ഫിഷ് ടാങ്ക് ഫിക്സ് ചെയ്തിട്ട് സ്റ്റീവിന്റെ റൂമിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഗ്രേസിനോട് പറയണേ ഫിഷിനെ നോക്കാൻ. സ്റ്റക്കായിന്ന് ഇത് മൊത്തം ഇതൊക്കെ എടുത്ത് മാറ്റണ്ടേ? അതിന്റെ ഉള്ളിൽ എന്ത് ചത്ത കിടക്കണ്ടല്ലോ. ഞാൻ മോട്ടർ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വരട്ടെ. ഇപ്പൊ വരട്ടെ. ഗ്രേസ് തന്നെ കെട്ടും കൂടി. അപ്പൊ ഞാൻ ചോറ് വെച്ചു. ഞാൻ രാവിലെ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കിയത്, നൂലപ്പം ഉണ്ടല്ലോ, നൂലപ്പം ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ പുതിയ തേങ്ങപ്പാലൊക്കെ പിന്നെ അത് തന്നെ കഴിച്ചു. സനചേട്ടന് പിന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചപ്പാത്തിയാണ്. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. പിന്നെ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ബഹളം കേട്ടത്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് ഓടിപ്പോയതാ. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് കറിയൊക്കെ വെക്കണം. സ്റ്റീവ് ഭയങ്കര എക്സൈറ്റഡ് ആണ് മീനെ മാറ്റാൻ വേണ്ടി. സ്റ്റീവ് ഫിഷിനെ കൈ കൊണ്ട് പിടിക്കരുത് കേട്ടാ. കടിക്കൊന്നുമില്ല, ചത്തുപോവും. പാവണോ? മീനുകൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അതാവൻ തുടങ്ങിയാണ്. ഇത് വേണ്ടേ? വാച്ച് വേണ്ടേ? ചത്തേ. വാച്ച് പൊട്ടിപ്പോ ചീത്തയായി പോ. ഓ ഫിഷ് കടിക്കുന്നല്ലേ? സാരില്ല. എടുത്ത് ഊരി അവിടെ എടുത്ത് വെക്ക്. സൂക്ഷി എടുത്ത് വെക്ക്. അയ്യോ അതിന്റെ മറ്റേവൻ വലുതായില്ലേ? നമ്മുടെ മറ്റേ മീൻ അവനെ പിടിക്കാൻ കിട്ടോ? ചക്കറ് ഒരു കുഞ്ഞ് പൊടിയായിരുന്നു അല്ലേ നമ്മളിവിടെ കൊണ്ടുവന്നപ്പോ? കുഞ്ഞു മീനായിരുന്നു. അതൊക്കെ വലിയവനായി. വേസ്റ്റ്. അയ്യോ ചാടിപ്പോയി. ആ വേസ്റ്റ് ഇതിനാണ് മീനില്ലേ? സക്കർ. സക്കർ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ സക്കർ തന്നെ. ഗ്രേസിന്റെ പേര് മലയാളത്തിൽ എന്തിട്ടാ? വേറെ മീൻ ഹിന്ദി. സക്കർ 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 കാണിച്ചു തരാം. നിനക്ക് ഇഷ്ടമല്ല മീനെ? ബ്ലാക്ക് ഫിഷിന് എന്താ കുഴപ്പം? ആ ഫിഷാണ്. അതിന്റെ വേസ്റ്റ് ഒക്കെ തിന്ന് ബേബി ഫിഷുകളൊക്കെ സന്തോഷിപ്പിക്കണേ. നോക്കണത് കെയർ ചെയ്യണത് ആ ഫിഷാ. ആ ബ്ലാക്ക് ഫിഷ് ബേബി ഫിഷിനൊക്കെ കെയർ ചെയ്യണ്ട്. അപ്പല്ല ആ ഫിഷ്. എന്നിട്ടാ ബ്ലാക്ക് അപ്പൊ കൊണ്ടിട്ടാണ് സ്റ്റോണുകളൊക്കെയാണ്. ചത്തിട്ടൊന്നുമില്ലേ? അത് അപ്പൊ വേഗം എടുത്താ മതി. കേക്കണ്ടടാ. അവിടെ ഉണ്ട് നമ്മുടെ. അതിന്റെ പേര് മറന്നല്ലോ. എന്തിനാ പേര്? ഏഞ്ചല്. ഏഞ്ചല് പക്ഷെ പെട്ടെന്ന് മാറ്റണ്ടേ? അതേടാ ഏഞ്ചല് തന്നെടാ. ഏഞ്ചല് തന്നെ. അങ്ങനത്തെ ഏഞ്ചൽ ഫിഷ് വൈറ്റ് രണ്ടെണ്ണം ഓടിച്ചിട്ടുണ്ടായി. അത് പെട്ടെന്ന് ചത്തുപോയി.
എനിക്ക് ഓർമ്മയില്ലതൊന്നും. നമ്മളാ പെരുമ്പാവൂരിൽ നിന്ന് കൊണ്ടുവന്നല്ല മീൻ ചത്തുപോയി. ആ ചെലപ്പോ എനിക്ക് തോന്നുന്നു വെള്ളത്തിന്റെ ഒക്കെ ആയിരിക്കും. നമ്മൾ ടാങ്കിലേക്ക് എന്തൊക്കെ പോയി ചത്തുപോയി. ആ നമ്മുടെ കൈ കൊണ്ട് പിടിച്ചുണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിന്റെ പുതിയ വീട് കണ്ടില്ല, കൈകൊണ്ടൊക്കെ പിടിക്കേണ്ടി വരും. അതിന്റെ പുതിയ വീട് കണ്ടില്ല. അതിന് മുമ്പ് ചത്തുപോയി അല്ലേ? ബാക്കി എല്ലാരും ലക്കിയ. അപ്പൊ നിങ്ങള് ചെയ്യട്ടെ, ഞാൻ പോട്ടെട്ടാ. ബേബി ബേബി ഫിഷ് അതിന്റെ മേത്തൊരു കല്ലുണ്ടായി. അതിന്റെ മേത്തൊരു കല്ല്. നീന്റെ ഇടയിൽ വേറെയൊക്കെ ഉണ്ട്. ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ, പ്രസവിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ. നമ്മൾ ലാസ്റ്റ് മേടിച്ചടി 4 ചെറുത്. ആ ആ സൈഡില് നിങ്ങള് വെച്ചോട്ടെ. ശരിട്ടാ, ബൈ ബൈ. എനിക്ക് അവിടെ വെക്കാനുള്ള സ്ഥലം ഒന്ന്. ആ ചേട്ടാ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ അടുക്കളത്തെ പണി ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ചേട്ടൻ വിളിച്ചാ മതി. നിന്റെ പണിയാണ് അവിടെ വെക്കാനുള്ള സ്ഥലം ശരിയാക്കലും സ്റ്റാൻഡ്. അതെങ്ങനെ ചെയ്താടി എന്നുള്ളത്. ആ ചേട്ടാ അന്ന് തുടച്ച് വെച്ചപ്പോ അടിയിലെങ്ങനെ ഉണ്ടായിരുന്ന വെള്ളമായിരിക്കും, അല്ലാണ്ട് ലീക്കാന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ അക്വേറിയത്തിനെ ഇവിടെ സ്ഥാപിച്ചു. ഇവിടെ ഇനി ഫുള്ള് ക്ലീൻ ആക്കണം. ഇത് ഇവിടേക്ക് വെച്ചു, സ്ലൈഡിനെടുത്ത് അവിടെ വെച്ചു. അങ്ങനെ എന്നെ ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഏതോ സെൻറ്റാന്ന് തോന്നുന്നു, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, ചോദിച്ച് അറിയണം. ഇവിടെ ഗ്രേസും സ്റ്റീവൊക്കെ ഭയങ്കര കളിയിലാണ്, അഞ്ജലിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചേച്ചീനെ അഞ്ജലി ചേച്ചി വെള്ളത്തിലിടാൻ പോവാ. അഞ്ജലി ചേച്ചി വെള്ളത്തിലിടാൻ പോവാ. അമ്മേ അങ്ങനെ കാണിക്കില്ലേ, മീന അതിങ്ങനെ പൊക്കണവൻ. ഞാൻ കണ്ടു അങ്ങനെ കാണിക്കണ്ട. അമ്മ കണ്ടു കേട്ടാ. എന്തായി? അല്ല അത് കഴുകിയ. ആ മതി അങ്ങനെ പിടിക്കാൻ പാടില്ല, ചത്തുപോ. എപ്പോഴും പിടിച്ചാലേ ചത്തുപോകും. എനിക്കൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ അക്വേറിയത്തിൽ സന്നയുടെ ചെടികൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ലേ? ഓൺലൈനിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് നമ്മളൊന്ന് ചാലക്കുടിയിൽ നിന്ന് മേടിച്ചില്ലേ, എല്ലാവരും ഉണ്ടല്ലേ. എന്താവുന്നു വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പൊന്തി പോരാവോ? മണ്ണ് സ്ട്രോങ് അല്ല. മണ്ണല്ലല്ലോ അതിൻ്റെ ഇതെല്ലാം ഇട്ടേക്കണേ. പയ്യ കഴിച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മറ്റേ സാധനം കൂടെ വെക്കായിരുന്നു, ആ മരം പോലത്തെ സാധനം ഒരു മൂലയ്ക്ക് വെക്കായിരുന്നു. അപ്പൊ അതില് വെക്കാം. മണ്ണിട്ടതൊക്കെ പോലിയപ്പ. ഞാനിവിടെ ബീൻസും ക്യാരറ്റും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു തോരനുണ്ടാക്കാൻ വേണ്ടി. ആ ചേച്ചിയുടെ അടുത്തുനിന്നാ മീൻകറിയുടെ മണല്ലേ. ആ ചേച്ചി മീൻകറി വെക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വക മീൻകറി. ഞാനിവിടെ ബീൻസും ഒരു ഉപ്പേരി ഉണ്ടാക്കാം, മുട്ട പൊരിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ 2 കറിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൊളാബറേഷനാണ് നമ്മുടെ ഫുഡ്. ഇന്നലെ ഇതുപോലെ തന്നെ ഞാൻ ചിക്കൻ കറി വെച്ചു, ചേച്ചി ബാക്കി കറികൾ അവിടെ വെച്ചു. അങ്ങനെ അപ്പോൾ എന്തായാലും ചേച്ചിയുടെ കുക്കിംഗ് കഴിഞ്ഞു. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി ഇവിടെ ഫുഡ് കൊണ്ടുവരണേക്ക് മുമ്പ് അല്ല, അവർ കഴിക്കണേക്ക് മുമ്പ് നമുക്ക് അങ്ങോട്ട് കൊടുക്കണം ചേട്ടാ. അപ്പോൾ അക്വേറിയം ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ മീൻകറി, കപ്പയും ചമ്മന്തിയും, ചേച്ചിയുടെ കപ്പയും ചമ്മന്തിയും, എൻ്റെ ബീൻസും എന്നിട്ട് ക്യാരറ്റും ചോറും ഒക്കെ കൂട്ടി കഴിക്കാണ്. അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കുന്നത്.
ചോറിന് വരെ അപ്പൊ ചപ്പാത്തിയാണ് എടുത്തേക്കണേ. അപ്പൊ എത്ര കഴിക്കണം? നീ കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ അക്കുറയും കാണാം എങ്ങനെയെന്ന് പറയണേ. അങ്ങനത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ക്ലീനിങ് ആണ് കേട്ടോ സമയം. കാരണം ഇവിടെ നമ്മുടെ ഫിഷ് ടാങ്ക് മാറ്റിയെങ്കിലും നിറച്ചും വെള്ളവും പിന്നെന്താ അങ്ങനെ പൊടിയും സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ഇത്ര നാൾ നമ്മുടെ ഫിഷ് ടാങ്ക് അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ സൈഡിൽ മൊത്തത്തിലും ചെളിയും പൊടിയും പിന്നെ പല്ലികളൊക്കെ കൂടി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് പല്ലിക്കാട്ടുള്ള പോലെയൊക്കെ തോന്നിയായിരുന്നു. അതിങ്ങനെ അടഞ്ഞു കിടക്കല്ലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കൊക്കെ വേണം. പിന്നെ അകത്താണെങ്കിലും അങ്ങടും ഇങ്ങടും കുറേ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയ കാരണം അവിടെയാണെങ്കിലും സാധനങ്ങൾ അങ്ങടും ഇങ്ങടും നീക്കിയിട്ടിട്ട് അവിടെ ഇനി മൊത്തത്തിൽ അടിച്ച് തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ കൊണ്ടുപോകണത് ഓൺലൈനിൽ നമ്മളൊരു ചെടിയുടെ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നതാണ് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. സ്റ്റീവ് ഗ്രേസ് അവിടെ അഞ്ജലിൻ്റെ അടുത്ത് പോയി കളിക്കുകയാണ്. അവിടെ ഒച്ചയും ബോളൊക്കെ കേൾക്കണുണ്ട്. ഒരു സൗണ്ട് ആക്കണേ. ക്രെയിനാ? അപ്പൊ എന്തെങ്കിലും വലിയ കാര്യമായിട്ട് പൊക്കാനുണ്ടാവില്ലേ ക്രെയിനൊക്കെ വരണമെങ്കിൽ? ഞാൻ അവിടെ ഇരിക്കാം. ചേട്ടാ ബഹുമാനാർത്ഥം എനിക്കൊന്നാണ് ക്രെയിനെ കാണാൻ. എന്തായിരിക്കും ക്രെയിൻ വരാൻ കാരണം? എടുത്തിട്ടുള്ള സാധനം നമുക്ക് ചിലപ്പോ കാണാൻ പറ്റുമല്ലേ? ആണോ? നല്ല മരം 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 ആ മരം. ഗ്രേസ്റ്റ് സ്റ്റീവനാണായിരുന്നു. കൊണ്ടുപോകണം മരം. അതെനിക്ക് തോന്നണേ അറക്കാണ്ട് കൊണ്ടുപോണതായിരിക്കും. അങ്ങനെ തന്നെ അല്ല, അപ്പൊ അത് അറക്കാണ്ടിരിക്കാനായിരിക്കോ? അല്ല, പീസാക്കാണ്ട് നീളം ഉണ്ടാവില്ലേ? നീളം വേണ്ടേ? ഇപ്പൊ ആൾക്കാരൊക്കെ വിളിച്ച് വണ്ടിക്ക് വിളിക്കാനായിട്ട് ക്രെയിൻ വിളിച്ച് കൊണ്ടുപോവാ. അറിയില്ല. ഇതാണ് എന്റെ DKMSന്റെ സ്റ്റെം സെല്ല് കളക്ഷൻ കിറ്റ്. ഇത് DKMS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പരിപാടി. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് അറിയില്ല. കണ്ടപ്പോൾ തന്നെ ഞാൻ പോയി രജിസ്റ്റർ ചെയ്തു. വേറെ ഒന്നല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ബ്ലഡ് ക്യാൻസർ ഇല്ലാണ്ടാക്കുക. അപ്പോൾ ഈ ബ്ലഡ് ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് ഒരു ജീവിതം കൊടുക്കാനായിട്ട് നമ്മളെക്കൊണ്ട് നമുക്കൊരു ചിലവില്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെം സെൽ എന്ന് പറയണത് നമ്മുടെ ഈ വായയുടെ ഉള്ളിൽ നിന്നുള്ള ഈ തുപ്പല ആ ഒരു മോണകളുടെ ഉള്ളിൽ നിന്ന് നമ്മളത് കളക്ട് ചെയ്ത് അവർക്ക് സാമ്പിൾ അയച്ചു കൊടുക്കും. അവർക്ക് അതിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും നമ്മുടെ. അപ്പോൾ അതവർ സ്റ്റോക്ക് ചെയ്ത് നമ്മളെ രജിസ്റ്റർ ചെയ്ത് വെക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അത് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവണമെന്നൊരു നിർബന്ധമില്ല. അത് നമ്മുടെ എന്താണ് എനിക്ക് കറക്റ്റ് എനിക്ക് പറഞ്ഞെങ്കിൽ അറിയില്ല. അപ്പോൾ അത് മാച്ച് ആവുന്ന ഒരാൾ, അതായത് 1,00,000 പേരിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും വേറൊരു ക്യാൻസർ രോഗിയുടെ ആ സ്റ്റെംസിൽ അത് മാച്ച് ആവുന്നത്. അപ്പോൾ അത് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലഡോ എന്താണ് നമുക്ക് ഡൊണേറ്റ് ചെയ്താൽ അവർക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് അറിയാൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്നെ സംബന്ധിച്ച് ഒരാൾക്ക് ഉപകാരമുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ കിട്ടിയൊരു അവസരം നമ്മളത് ചെയ്ത് വിടാൻ തന്നെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അപ്പോൾ എന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ കിറ്റ് എല്ലാം ഫ്രീ ആണ്, നമുക്ക് വേറെ ചിലവൊന്നുമില്ല. അവർ ഓൺലൈൻ വഴി ഒരു കിറ്റ് അയച്ചു തന്നു. ഇനി നമ്മളതിൽ ഇതിൻ്റെ 3 ബഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കണം. അത് സ്വാബ് നമ്മൾ കളക്ട് ചെയ്യുക. അതിനുശേഷം ബാർകോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്താൽ റിട്ടേൺ പിക്കപ്പ് അവർ തന്നെ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്തോളും. അതിനുശേഷം ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിക്ക്
ഇങ്ങനെ ആവശ്യം വരും ആ രജിസ്റ്റേർഡ് ലിസ്റ്റിൽ അത് മാച്ച് ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുവഴി ഒരാളുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പം നമുക്കും ക്യാൻസർ വന്നുകൂടാവുന്നില്ലല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമായിരിക്കും. അത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അത് പൊട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൽ കുറേ പേപ്പർ ഉണ്ടല്ലോ. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ള എങ്ങനെ ചെയ്യേണ്ടത്, അതിന് സൈൻ ചെയ്ത് കൊടുക്കാനുള്ള അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് റിട്ടേൺ അയക്കാനുള്ള കവറും അതിൻ്റെ സ്കാൻ ചെയ്യാനുള്ള എൻവലപ്പ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ 3 ബഡ്സ് ഇരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ വായയുടെ ഉള്ളിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. 1 മിനിറ്റ് വായയുടെ ഉള്ളിലിട്ട് ഇങ്ങനെ ചുറ്റണം ഓരോ സൈഡിൽ. ഒരെണ്ണം ഈ ലെഫ്റ്റ് സൈഡിൽ, ഒരെണ്ണം റൈറ്റ് സൈഡിൽ, ഒരെണ്ണം മൊത്തം ചുറ്റും കറക്കണം. എന്നിട്ട് 3 കൂട്ടി മുട്ടാത്ത രീതിയിൽ 2 മിനിറ്റ് പിടിക്കണം. അതിന് ശേഷം കവറിൻ്റെ ഉള്ളിലാക്കി എൻവലപ്പിൻ്റെ ഉള്ളിലാക്കി ഇത് പാക്ക് ചെയ്ത് വീണ്ടും തിരിച്ചയക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ. ചേട്ടൻ ചെയ്യാൻ പോണപ്പോൾ നിങ്ങളപ്പോൾ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ DKMSൻ്റെ ഗൂഗിളിൽ പോയിട്ട് DKMS.org എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചും തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് കിറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കാൻ ചെയ്താൽ അവരൊന്ന് തിരിച്ച് കൊണ്ടുപോയിക്കോളും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണേ. ബാക്കി വിശേഷങ്ങൾ മാങ്ങ ഫ്രഷ് മാങ്ങ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ പറയൂ. ബൈ ബൈ.